റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സ്വഭാവം വല്ലാതെ അങ്ങ് മാറുകയാണ്. ഇപ്പോൾ ഇതേത് വഴിക്കാണ് പോകുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്നലെ റഷ്യ ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുകയുണ്ടായി. ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആണ് റഷ്യ ഫയർ ചെയ്തത്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള നിലവിളി ധാരാളമായിട്ട് യുക്രൈനിൽ നിന്നും ഉയരുകയും അത് പാശ്ചാത്യ മാധ്യമങ്ങൾ മുഴുവൻ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങി വ്യാപകമായ പ്രചാരണം നടത്തുന്നത് നമ്മൾ കണ്ടു. പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലുള്ള മുൻകിട മാധ്യമങ്ങൾ വരെയും ആ വാർത്തകൾ ICBM ആക്രമണം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പുറത്തുവിട്ടത്. പക്ഷേ അന്താരാഷ്ട്ര ഡിഫൻസ് എക്സ്പേർട്സ് പലരും പറഞ്ഞു ഇതൊരു ICBM ആക്രമണമാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവർ പല കാര്യങ്ങളും കോട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചാനലിലായിരുന്നു. ഇതൊരു ICBM അറ്റാക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ ആവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. അതിനുശേഷം ഇന്ന് രാവിലെ ആയതോടുകൂടി പല മാധ്യമങ്ങളിലും അത് അങ്ങനെയല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വ്ളാഡിമിർ പുടിൻ്റെ ഒരു കൺഫർമേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ തടുക്കാനുള്ള ടെക്നോളജി ഇന്ന് ലോകത്ത് എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് രാജ്യത്തെയും എതിരില്ലാതെ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. റഷ്യയുടെ അകത്തേക്കുള്ള ആക്രമണം നടത്താനുള്ള ആയുധങ്ങൾ യുക്രൈൻ ആരൊക്കെ കൊടുക്കുന്നു അവരെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണും. പരോക്ഷമായിട്ട് അമേരിക്കയും ബ്രിട്ടനെയും ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് റഷ്യ ഈ ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷെ അതിൻ്റെ തൊട്ട് പിന്നാലെ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ സ്വന്തം നിലയ്ക്ക് അവർ തന്നെ ഒരു ന്യൂക്ലിയർ ആക്രമണം നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. കിം ജോങ് ഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അയാൾ ഇനി ആരോടും ചോദിക്കാതെ എടുത്തു പറയണ എങ്ങോട്ടെങ്കിലും വിട്ടുകഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം വല്ലാതെ അങ്ങ് മാറും. ഏതായാലും വേണ്ടില്ല, യുക്രൈനും സെലൻസ്കിയും ആകെ പരുങ്ങലിലാണ്. സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഒരു കീഴടങ്ങളുടെ ഭാഷയിലുള്ള സംസാരം വന്നതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ യുക്രൈനിലെ തന്നെ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി അപലപിക്കുന്നതും നമ്മൾ കണ്ടു. എന്തായാലും വേണ്ടില്ല, ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത് മിസൈലുകളുടെ ഒരു കളിയായിട്ട് മാറാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുക്രൈന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കൊടുത്തിരിക്കുന്ന മിസൈലുകളുടെ കഴിവ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 500 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റേഞ്ചുള്ള മിസൈലുകളാണ് യുക്രൈന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ പ്രഹരശേഷിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് റഷ്യയുടെയും യുക്രൈൻ്റെയും മിസൈൽ പവർ എത്രത്തോളമാണ് എന്നുള്ള ഒരു കമ്പാരിസണാണ്. അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ആദ്യം റഷ്യയുടെ മിസൈൽ പവർ എന്താണ് എന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ റഷ്യയുടെ ICBMനെ കുറിച്ച് പറയുന്നില്ല. കാരണം യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഒരു ICBM ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് റഷ്യയുടെ ഏറ്റവും ഭീകരനായിട്ടുള്ള അവൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. ഇതിന് 2 മെഗാടൺ വരെ വെയിറ്റ് ഉള്ള ന്യൂക്ലിയർ വാർഹെഡിനെയോ അല്ലെങ്കിൽ കൺവെൻഷണൽ പേലോഡിനെയോ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഫൈനൽ ഫേസിൽ ഇവൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 27 മുതൽ 30 മാക്ക് വരെയാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കും. ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് 6000 കിലോമീറ്ററിന് മുകളിലാണ്. യുക്രൈൻ പൂർണ്ണമായിട്ടും കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ മിസൈലിന് ഉണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് KH-47M2 കിൻസാൾ ഹൈപ്പർസോണിക് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. ഇന്നലെയും റഷ്യ ഒരു കിൻസാൾ മിസൈൽ ഉപയോഗിച്ചൊരു ആക്രമണം നടത്തിയിരുന്നു. ഇതിനകത്ത് 5 മുതൽ 50 കിലോ ടൺസ് വരെയുള്ള വാർഹെഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ന്യൂക്ലിയർ ആയാലും കൺവെൻഷൻ ആയാലും രണ്ടും. ഇതിൻ്റെ സ്പീഡെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ശത്രുക്കൾക്ക് തടയാൻ പറ്റാത്ത 10 മാക്ക്, ശബ്ദത്തിൻ്റെ 10 ഇരട്ടി വേഗതയിലാണ് ഇത് വരുന്നത്. ഏകദേശം 12350 കിലോമീറ്റർ പെർ അവർ. ഇതും ഒരു ദീർഘദൂര മിസൈലാണ്. 1500 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച്. പിന്നെ റഷ്യയുടെ താരതമ്യേന റേഞ്ച് കുറഞ്ഞ ഒരു ഇസ്കാണ്ടർ M മിസൈലാണ്. 480 മുതൽ 700 കിലോഗ്രാം വരെയാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി. ഇതിനകത്ത് തെർമോന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിക്കാം, ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെന്റേഷൻ മ്യൂണിഷൻസ് ഉപയോഗിക്കാം, അതുപോലെ ഡീപ്പ് പെനിട്രേഷൻ വെപ്പൺസ് ഉപയോഗിക്കാം, ഫ്യൂവൽ എയർ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കാം. അത്യന്തം വിനാശകാരിയായിട്ടുള്ള ഈ ഒരു മിസൈലിൻ്റെ സ്പീഡ് 5.9 മാക്കാണ്, ഏകദേശം 6 മാക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 400 മുതൽ 500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന മറ്റൊരു മിസൈലാണ് റഷ്യയുടെ കാലിബർ മിസൈൽ. ഇത് ലാൻഡ് അറ്റാക്കിനും ആൻറ്റി ഷിപ്പ് ആൻറ്റി സബ്മറൈൻ അറ്റാക്കിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ്. ഇതിൻ്റെ റേഞ്ച് 1500 കിലോമീറ്റർ മുതൽ 2500 കിലോമീറ്റർ വരെയാണ്. ഇതൊരു സൂപ്പർസോണിക് മിസൈലാണ്. 2.5 മാക്കാണ് ഇതിൻ്റെ സ്പീഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മോസിനേക്കാളും അല്പം കുറവ്. ഇതിനകത്തും ഇതുപോലെ തന്നെ 400 മുതൽ 500 കിലോഗ്രാം വരെ ഹൈ എനർജി വാർഹെഡ് അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ വാർഹെഡുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാം.
പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 3M22 സിർക്കോൺ മിസൈലുകൾ. സിർക്കോൺ മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലാണ്. 9 മാക്കാണ് ഇതിൻ്റെ സ്പീഡ്. റേഞ്ച് 1000 കിലോമീറ്റർ വരെ. ഇതും ന്യൂക്ലിയറും നോൺ ന്യൂക്ലിയർ വെപ്പൺസും ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മിസൈലാണ്. പിന്നീട് നമുക്ക് കാണുന്നത് KH-59 എന്ന് പറയുന്ന മിസൈൽ. ഇതൊരു ഷോർട്ട് റേഞ്ച് മിസൈലാണ്. 200 മുതൽ 285 കിലോമീറ്റർ ദൂരം വരെ ആക്രമണം നടത്താൻ കപ്പാസിറ്റി ഉള്ളതാണ്. എന്ന് മാത്രമല്ല ഇതൊരു സൂപ്പർസോണിക് മിസൈൽ അല്ല, ഒരു സബ്സോണിക് മിസൈലാണ്. 0.88 മാക്കാണ് അതിൻ്റെ സ്പീഡ്. പേലോഡ് കപ്പാസിറ്റി 320 കിലോഗ്രാം. ഇത് ചെറിയ ചെറിയ അതിർത്തി അടുത്തുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് റഷ്യ ഉപയോഗിക്കും. ഇനി നമുക്ക് യുക്രൈൻ്റെ മിസൈൽ ശക്തി എത്രത്തോളം ഉണ്ട് എന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ജാസം മിസൈൽ JASSM AGM-158 എന്ന് പറയുന്ന എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലാണിത്. ഇതിൻ്റെ വാർഹെഡ് ക്യാരിയിങ് കപ്പാസിറ്റി 450 കിലോഗ്രാം ആണ്. ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 370 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതൊരു സബ്സോണിക് മിസൈലാണ്. 0.8 മാക്കാണ് ഇതിൻ്റെ സ്പീഡ്. പക്ഷേ ഇത് വളരെ ഹൈ ആക്യുറസി ഉള്ള ഒരു മിസൈലാണ്. അതായത് ഇതിൻ്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെറും 3 മീറ്ററാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൻ്റെ 3 മീറ്ററിൻ്റെ ഉള്ളിൽ ഇത് കൃത്യമായിട്ട് പതിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ കണ്ടത് അമേരിക്കയുടെ ATACMS. 2 ദിവസം മുന്നേ യുക്രൈൻ ഒരു 6 മിസൈലാണ് റഷ്യയിലേക്ക് വിട്ടത്. അതിൽ 5 എണ്ണം റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു, 1 എണ്ണം ലക്ഷ്യത്തിൽ പതിക്കുകയും ചെയ്തു. ഇതിൻ്റെ വാർഹെഡ് എന്ന് പറഞ്ഞാൽ 214 കിലോഗ്രാം ആണ്. 300 കിലോമീറ്ററാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 മാക്കാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് യുക്രൈൻ്റെ വലുതായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യുക്രൈൻ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു മിസൈലാണ് സ്റ്റോം ഷാഡോ എന്ന് പറയുന്നത്. ഇതിനെ സ്കാൾപ്പ് മിസൈൽ എന്നും പറയും. നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുണ്ടത്. ഇത് ഒരു വിമാനത്തിൽ നിന്നും കരയിലേക്ക് തൊടുക്കുന്ന എയർ ടു ഗ്രൗണ്ട് മിസൈലാണ്. 450 കിലോഗ്രാം വാർഹെഡ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓപ്പറേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 550 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതും വളരെ ആക്യുറസി ഉള്ള ഒരു ഗൈഡഡ് മിസൈൽ തന്നെയാണ്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 0.95 ഒരു മാക്കിൻ്റെ അടുത്ത് വരെ എത്തും, അത്രയേ ഉള്ളൂ. പിന്നെ യുക്രൈൻ്റെ കയ്യിലുള്ള മറ്റൊരു മിസൈലാണ് R360 നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന മിസൈൽ. ഇത് യുക്രൈൻ്റെ നേരത്തെ ഉള്ള ഒരു മിസൈലാണ്. ഇത് സബ്സോണിക് ആണ്, പക്ഷേ ഇതൊരു ലോ ഓൾട്ടിറ്റ്യൂഡ് ക്രൂസ് മിസൈലാണ്. 150 കിലോഗ്രാം ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെൻറ്റേഷനിലാണ് ഇതിൻ്റെ വാർഹെഡ്. ഇതിൻ്റെ ഓപ്പറേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സബ്സോണിക് ആണ്. പിന്നെ നമുക്ക് യുക്രൈൻ്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലും കൂടെ നോക്കാം. അത് ടോച്ക യു എന്ന് പറയുന്ന ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 120 കിലോമീറ്റർ മാത്രം റേഞ്ചുള്ള ഈ ഒരു മിസൈൽ യുക്രൈൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ റഷ്യയുടെയും യുക്രൈൻ്റെയും ഈ മിസൈൽ കേപ്പബിലിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും റഷ്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കാണാം. ഒരുപാട് മിസൈലുകൾ പല കാറ്റഗറിയിലുള്ളത് റഷ്യയുടെ കയ്യിലുണ്ട്. വളരെ ഹൈ ആക്യുറസി ഉള്ള, ഒരുപാട് പേലോഡ് വഹിക്കാൻ കഴിയുന്ന, അതിമാരകമായ വിനാശകാരകമായ മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ട്. യുക്രൈൻ ഇപ്പം നാറ്റോ സഖ്യകക്ഷികളുടെ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റംസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തുച്ഛമാണ്. അവരുടെ കയ്യിൽ നെപ്റ്റ്യൂൺ മിസൈൽ ഉണ്ട്. പിന്നെ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള JASSM മിസൈലുകളും സ്റ്റോം ഷാഡോ മിസൈലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് എണ്ണത്തിൽ വളരെ കുറവാണെന്ന് മാത്രമല്ല, ഇത് റഷ്യയുടെ ലേറ്റസ്റ്റ് മിസൈൽ സിസ്റ്റത്തിൻ്റെ അത്രയും ഒരു കാരണവശാലും അഡ്വാൻസ്ഡ് അല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ യുക്രൈൻ്റെ എയർ ഡിഫൻസ് എത്ര വലുതാക്കിയാലും അത് റഷ്യയുടെ 7 അയലക്കത്ത് പോലും എത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി അമേരിക്ക എങ്ങാനും യുക്രൈനിന് ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്ത് യുക്രൈൻ അത് വെച്ച് റഷ്യയെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും റഷ്യ അതിൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഇതൊരു ലോകമഹായുദ്ധമായിട്ട് പോവുകയും ചെയ്യും. ഇവിടെ യുക്രൈൻ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നത് യുക്രൈന് കിട്ടുന്ന ഇന്റർനാഷണൽ സപ്പോർട്ട് തന്നെയാണ്. റഷ്യക്ക് അങ്ങനെ വലുതായിട്ടുള്ള ഇന്റർനാഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. എന്നിരുന്നാലും ഇറാനും നോർത്ത് കൊറിയയും ഒക്കെ റഷ്യയിലേക്ക് മിസൈലുകളും മറ്റും ധാരാളമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുക്രൈൻ എത്ര ആക്രമിച്ചാലും റഷ്യയുടെ ഒരു പരിധിക്കപ്പുറം അകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. താരതമ്യേന ചെറിയ കൺട്രി ആയിട്ടുള്ള യുക്രൈനിലെ എല്ലാ ടാർഗറ്റുകളും റഷ്യക്ക് വളരെ ഈസി ആയിട്ട് ഉന്നം വയ്ക്കാൻ സാധിക്കും. റഷ്യൻസും യുക്രൈൻസും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു സഹോദര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന രാജ്യങ്ങളാണ്. ആ ഒരു ഇമോഷൻസും സെന്റിമെന്റ്സും വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ റഷ്യ ഇപ്പോഴും അതിഭയങ്കരമായ ശക്തമായ ആക്രമണങ്ങൾ യുക്രൈനിലേക്ക് നടത്തിയിട്ടില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, യുക്രൈനിലെ സെലൻസ്കി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും, നോർത്ത് കൊറിയ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും. ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഭാവി. 2 മാസം കഴിഞ്ഞാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും ആ 2 മാസം വളരെ ക്രൂഷ്യലാണ്. എന്ന് മാത്രമല്ല, റഷ്യൻ ഇൻ്റലിജൻസ് ഓൾറെഡി ട്രംപിന് ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താകുമോ എന്തോ, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിവരങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.